ജമ്മു കശ്മീരിലെ പ്രമുഖ നേതാവും ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി അധ്യക്ഷനുമായ ഗുലാം നബി ആസാദ് കോൺഗ്രസിലേക്ക് മടങ്ങുന്നുവെന്ന അഭ്യൂഹം. 2022-ലാണ് നേതൃത്വവുമായുള്ള ഭിന്നിപ്പുകളെ തുടർന്ന് ഗുലാം നബി കോൺഗ്രസ് വിട്ടത്. അതേസമയം വാർത്ത തള്ളിയ DPA വക്താവ് അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പാർട്ടിയെ തകർക്കാൻ കിംവദന്തികൾ പ്രചരിപ്പിക്കുകയാണെന്നും വ്യക്തമാക്കി. DPAP-യെ ലയിപ്പിക്കാൻ കോൺഗ്രസിലെ ഉന്നതർ തന്നെ സമീപിച്ചുവെന്ന റിപ്പോർട്ടുകൾ ഗുലാം നബി തള്ളി. കോൺഗ്രസ് നേതാക്കളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. കോൺഗ്രസിന്റെ കെണിയിൽ വീഴരുതെന്ന് ഗുലാം നബി ആസാദ് പാർട്ടി പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് സൽമാൻ നിസാം വ്യക്തമാക്കി. മുൻ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ആസാദ് കോൺഗ്രസുമായുള്ള 5 പതിറ്റാണ്ട് നീണ്ട ബന്ധം അവസാനിപ്പിച്ച് 2022 സെപ്റ്റംബറിലാണ് DPAP രൂപീകരിച്ചത്. നിരവധി കോൺഗ്രസ് നേതാക്കളെയും ഒപ്പം കൂട്ടിയെങ്കിലും പലരും മടങ്ങിപ്പോയി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിച്ച പാർട്ടിക്ക് ശ്രീനഗർ, ആനന്ദ്നാഗ്, രജൌരി, ഉധംപൂർ മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച തുക നഷ്ടപ്പെടുകയും ചെയ്തു. സ്വന്തം പാർട്ടിയിലെ കൊഴിഞ്ഞുപോക്ക് പലപ്പോഴും അദ്ദേഹത്തിനും പാർട്ടിക്കും തിരിച്ചടിയായിരുന്നു. കശ്മീരിലെ മുതിർന്ന നേതാവായ താജ് മൊഹ്യുദ്ദീൻ DPA വിട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് മടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗുലാം നബി ആസാദും കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുന്നുവെന്ന വാർത്ത സജീവമായത്. ഗുലാം നബി ആസാദിനെ ഒപ്പം കൂട്ടാൻ BJP നേതൃത്വം മുൻപ് പല തന്ത്രങ്ങളും ഉപയോഗിച്ചുവെങ്കിലും ഒന്നും ഫലം കണ്ടിരുന്നില്ല.